കോതമംഗലത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന ദൗത്യം എല്ലാവരും ഏറ്റെടുക്കണമെന്നും ആര് സ്ഥാനാർത്ഥി എന്നതിൽ പ്രസക്തിയില്ലെന്നും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. അഭിപ്രായ വ്യത്യാസങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുകയാണ് വേണ്ടത്. കോതമംഗലത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കോൺഗ്രസിന് സീറ്റ് നൽകുന്നതിനെതിരെയും ഷിബു തെക്കുംപുറം സ്ഥാനാർത്ഥിയാകുന്നതിനെതിരെയും ഒരു വിഭാഗം കോൺഗ്രസുകാർ രംഗത്തുള്ള സാഹചര്യത്തിൽ മുഹമ്മദ് ഷിയാസിന്റെ പ്രതികരണത്തിന് പ്രസക്തി ഏറെയുണ്ട്. കോതമംഗലത്ത് എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങിയാൽ ചരിത്ര ഭൂരിപക്ഷത്തിൽ UDF വിജയിക്കും. ആര് സ്ഥാനാർത്ഥിയെന്നതല്ല, ജയിക്കേണ്ടത് UDF ആണെന്ന ബോധ്യമാണ് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. നമ്മുടെ അഭിപ്രായങ്ങൾക്കും ഇഷ്ടാനിഷ്ടങ്ങൾക്കും പ്രസക്തിയില്ല. ആര് സ്ഥാനാർത്ഥിയായി വന്നാലും തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്വം നിറവേറ്റണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നോക്കി പ്രവർത്തനം നടത്തിയതുകൊണ്ടല്ല വിജയിച്ചത്, എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങിയതുകൊണ്ടാണെന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ചിറങ്ങിയ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞ ഈ ചരിത്ര ഭൂരിപക്ഷം നമുക്ക് കിട്ടും. ആ ആത്മവിശ്വാസമാണ് നമ്മളെ നയിക്കേണ്ടത്. അല്ലെങ്കിൽ ഇന്നയാൾ സ്ഥാനാർത്ഥി, അവൻ സ്ഥാനാർത്ഥി, ഇവൻ സ്ഥാനാർത്ഥി. ഇപ്പോൾ നമ്മൾ UDFന് സീറ്റ് കൊടുത്ത് UDFൻ്റെ ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമല്ല, നമ്മുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമല്ല. ജയിക്കേണ്ടത് UDF ആണ്, ജയിക്കേണ്ടത് കോൺഗ്രസ് ആണ് എന്നുള്ള ബോധ്യമാണ് നമ്മളെ നയിക്കേണ്ടത്, അല്ലേ? ആ ബോധ്യമാണ് നമ്മളെ നയിക്കേണ്ടത്. പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലൊക്കെ എത്ര പേര് സ്ഥാനാർത്ഥിയാവാൻ നിന്ന്? പലരും സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ സ്ഥാനാർത്ഥി മോഹം ഉണ്ടായിരുന്ന ആളുകളൊക്കെ എല്ലാവരും ഒരുമിച്ചിറങ്ങി. കോൺഗ്രസ് ജയിക്കണം, UDF ജയിക്കണം എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? നമ്മൾ ഇവരാണെന്നൊന്നും നോക്കിയിട്ടല്ല നമ്മൾ നിന്നത്, എല്ലാവരും ഒരുമിച്ചാണ് ഇറങ്ങിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പും അതുതന്നെയാണ്. ആര് സ്ഥാനാർത്ഥിയായി വന്നാലും നമുക്ക് പാർട്ടിയും മുന്നണിയും ജയിക്കണമെന്നുള്ള ബോധ്യമാണ് നമ്മളെ നയിക്കേണ്ടത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ് ഈ കാലഘട്ടം നിങ്ങളോട് പറയുന്നത്. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉടൻ പൂർത്തീകരിക്കണം. ഇതിനായി അവരവരുടെ ബൂത്തുകളിൽ ആവശ്യമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് മുഹമ്മദ് ഷിയാസ് കൂട്ടിച്ചേർത്തു. ഓരോരുത്തരും അവരവരുടെ ബൂത്തുകളിൽ ഇന്ന് തന്നെ പോയി വോട്ടർ പട്ടിക പരിശോധിച്ച് ഈ വിവരങ്ങളെല്ലാം നോക്കി അത് പരിഹരിച്ച് വരുന്ന ദിവസങ്ങളിൽ സമയബന്ധിതമായി വോട്ടർ പട്ടികയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനും നമുക്ക് കഴിയണം. കോതമംഗലം സീറ്റ് കേരള കോൺഗ്രസിന് നൽകുന്നതിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി പ്രതികരിച്ചിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഷിബു തെക്കുംപുറം സ്ഥാനാർത്ഥിയാകുന്നതിനെതിരെയും ചിലർ പ്രതികരിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ DCC പ്രസിഡന്റിന്റെ പ്രതികരണത്തിന് വലിയ പ്രസക്തിയുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.